ഞാൻ എപ്പോഴും പറയാറുള്ളത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് അതിൻ്റെതായ വൃത്തിയോടും ഇതോടും കൂടി ചെയ്യണം. ആർക്കടി വയ്യായിക ആണാ? ആ അപ്പം നിനക്ക് അപ്പോഴും ഞാൻ പറയുമ്പോ ഒക്കെ തമാശ ഇല്ലേ തങ്ക? എനിക്ക് ഇതും കൂടി മതിട്ടാ. ആ എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല, കഴിക്കാൻ കൊണ്ട്. വേദന എടുത്തിട്ട് പാടില്ല. എടീ ഗുളിക കഴിക്കാനുള്ള വേദന കഴിച്ചിട്ട് വേദനയുടെ ഗുളിക കഴിക്കുമ്പോൾ അങ്ങ് മാറണം. അല്ല ആഹാരത്തിന് മുമ്പുള്ള ഗുളിക കഴിച്ചോടി നീ? കഴിച്ചോ? എന്റെ തക്കളിന്റെ ഞാൻ പറഞ്ഞിട്ടില്ല ആ ഗുളിക ആദ്യമേ കൊടുക്കണോന്ന്. മറക്കല്ലോ നീ. അവള് കൊച്ചല്ലേ? എന്റെ കൊച്ച്? ഇതുപോലെയുള്ള കൊച്ചുങ്ങൾ എന്തെല്ലാം ജോലി ചെയ്യണമെന്ന് അറിയാമോ? കൊച്ചിട്ട് വെള്ളം എടുത്തോണ്ടെന്നാ പോയെടുത്തോണ്ടി വെള്ളം. ചെല്ലും മോനെ, നമുക്ക് ഇച്ചിരി വെള്ളം കുടിക്കാനല്ലേടാ. എന്റെ തങ്കം, എവളെയും കണ്ടോണ്ട് നമ്മൾ വയസ്സാകാൻ നിന്നാണ്ടല്ല അവസാനം ഒരു തുള്ളി വെള്ളം കുടിച്ച് മരിക്കാന്ന് വിചാരിക്കണ്ട. നീ നോക്ക, നീ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പോയി വെള്ളം എടുത്തോടി. കളിക്കാം. അതെ, എനിക്കൊരു സംശയം, എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ വാരി തെളിയിക്കാൻ വേണ്ടിയാണോ നീ ഇനി പൊള്ളലൊക്കെ ഉണ്ടാക്കിയത്? മാത്രമല്ല നിന്റെ അമ്മയുടെ ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ കഴിക്കാൻ അമ്മ ഉണ്ടാക്കി തരുന്നത്. ഈ മുട്ട കുറച്ച് എനിക്ക് വേണ്ട. ഗുളിക കഴിക്കാനുള്ളതാണ്. വേണ്ട, മുട്ട തന്നാൽ ചിലപ്പോൾ പഴുക്കും. വെള്ളം എന്നാ? ആ ഓ വലിയ കാര്യമായി. എടുത്ത് കഴിക്കും. ഇത്രയും കൂടെ കഴിക്കടി. വേണ്ട, എനിക്ക് വിശക്കണില്ല. മുഖമൊക്കെ ആകെ ഒരു അവിടെ ഇരിക്കട്ടെ. ഇച്ചിരി പൊള്ളിന്നും പറഞ്ഞോണ്ടേ ഇതൊക്കെ വെക്കാണ്ടൊന്നും ഇരിക്കണ്ട. നിനക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ നിന്റെ ഓരോ എടുപ്പുണ്ടല്ലോ. ഒരു മുട്ടയും കൂടെ വിഴുങ്ങിയാലോ? വിഴുങ്ങ്. ഇത് അമ്പടോ, ഇത് ശരീരം മുഴുവൻ വയറാ. ആ അത് വെച്ചോണ്ട് ചിരിക്കല്ല. കുടിക്ക്, വെള്ളം കുടിക്ക്. മതി, കൈ കഴിക്കും. എനിക്ക് വേണ്ട. ഇനി വേണ്ട, ഗുളിക എടുത്താ. ഇതൊക്കെ കൊണ്ട് അങ്ങോട്ട് വെച്ചേ, പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചേ കാണട്ടെ. കുഞ്ഞിങ്ങൊന്നേ പെമ്പിള്ളേരെ പഠിച്ചിരിക്കണ ഒരു വീട്ടില് കണ്ടവന്റെ വീട്ടിലൊക്കെ പോയിട്ട് അവസാനം അവൻ പരാതി പറയല്ലേ. ഞാൻ എടുത്തുതരാം. റോഡ് കുളമായാൽ മന്ത്രിയെ വിളിക്കൂ. ഓ, റോഡ് പറ്റി പരാതി പറയാൻ പൊതുമരാമത്ത് മന്ത്രി നമ്പറിൽ മാസത്തിലെ ആദ്യ ബുധനാഴ്ച വൈകുന്നേരം 1:30 മുതൽ 4 വരെ മന്ത്രിയെ കിട്ടും. എന്തൊരു കഷ്ടായത്. വീട്ടിന്നോ? എന്താ വീട്ടിന്ന്? അച്ഛന് വയ്യാന്ന്. ആ അതിപ്പോ ആദ്യത്തെ ഒന്നും അല്ലല്ലോ. നാളെ ആശുപത്രി കൊണ്ടുപോകണം. ആശുപത്രി കൊണ്ടുപോകണം, അവരാരെങ്കിലും കൊണ്ടുപോക്കോളും. നീ പോണ്ട കാര്യമില്ല. ഏട്ടെന്താ ഇങ്ങനെ പറയണേ? ഞാൻ പോവാതെ പറ്റുമോ? എടി നീ പോയി കഴിഞ്ഞാ പിന്നെ തങ്കത്തിന് ആര് നോക്കുന്നു? അത് തന്നെ ഞാൻ ആലോചിക്കണേ. അമ്മയ്ക്ക് ഇവിടുത്തെ ജോലികളെല്ലാം കൂടെ പിന്നെ തങ്കത്തിന്റെ കാര്യങ്ങളൊക്കെ പാടെ നോക്കൽ നടക്കില്ല. നീ ഇല്ലെങ്കിലും അവരെങ്ങനെയും കൊണ്ടുപോക്കോളും. എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞാൽ എങ്ങനെ? എന്റെ അച്ഛനാ. ഏട്ടനെന്താ അതാലോചിക്കാത്തെ? എന്നാ പിന്നെ നീ പോകുമ്പടി പറ. വേറെ ഇപ്പൊ കഷ്ടകാലം വരുമ്പോ ഒക്കെ കൂടി ഒന്നിച്ചിങ്ങോട്ട് വരുമല്ലോ എന്നാ. നാത്തുവിന്റെ കാര്യം ഒന്നും പറയാത്ത നല്ലത്. ഒരു 100 വട്ടം ഞാൻ പറഞ്ഞ നാത്തുവിനോട്, ആ അരി വാർക്കണ പാത്രം ചരിവുണ്ട് എന്ന്. അതൊരെണ്ണം പുതിയത് മേടിക്കേണ്ട കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നാള് തന്നെ ആ കൊച്ചിന്റെ മേത്ത് വെള്ളം വീടാൻ പോയതാ. എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഏട്ടാ, ചെറിയ പൊള്ളലൊന്നും അല്ല ഏട്ടാ. കയ്യിൽ കാണുന്ന പോലെയൊന്നും അല്ല. ഇത് ഇവിടെയൊക്കെ നല്ലോണം പൊള്ളിയിട്ടുണ്ട്. പിന്നെ അതൊന്നും പുറത്ത് കാണിക്കാതെ ഇരിക്കണത് അവിടെ. ഇതൊന്നും അല്ല സഹിക്കാൻ പറ്റാതെ. അമ്മയ്ക്ക് ഏതാണ്ട് ഭ്രാന്ത് പിടിച്ച പോലെ കാണിക്കണേ. നിങ്ങൾ രണ്ടുപേരുടെയും കൂടി വഴക്ക് തീർക്കാനാണല്ലോ എന്റെ ജമന്തി. എന്തൊരു കഷ്ടപ്പാടാണിത്. ഞാൻ എന്ത് വഴക്ക ഇടണേ? അതെ, വയസ്സായ ആളുകളാണ്, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കണം. അത് ഇതിലെ കെട്ടി പുറത്തു വിട്ടാ പോരെ. ഇത് വയസ്സായി എന്നോർത്ത് ക്ഷമിച്ച് എനിക്ക് വയ്യാതെയായി. മോക്ക ഉണ്ടാക്കണത് മുഴുവൻ അമ്മ തന്നെ ഉണ്ടാക്കണം. ഞാനൊന്ന് തൊട്ടാ പറ്റില്ല. നീ എന്തെങ്കിലും സഹായത്തിന് വെറുതെ അങ്ങനെ അടുത്തൊക്കെ മുട്ടി മരുതി നിന്നാ പോരെ. ആ മുട്ടി വരുമ്പോ നിന്നിട്ടാ ഇപ്പൊ എനിക്ക് ഒരു വഴക്ക് കേട്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. അമ്മ 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 എന്തമ്മ? അയ്യോ അമ്മേ, എന്താ അമ്മേ? എന്തമ്മ? എന്താണ് എന്താ കാണിച്ചത് അമ്മ? അങ്ങോട്ടേക്ക്
എന്താണ് കാലിന്? എന്താ കാണിച്ചത് അമ്മ? ഒന്ന് അനങ്ങാതെ ഇരിക്കട്ടെ എന്താ അമ്മേ. എന്റെ കാല്. എന്റെ കാല്. കാല് വേദന എടുക്കുന്ന്. എന്താ? ഞാൻ ആ ക്ലീറ്റസിനെ വിളിക്കട്ടെ. വേഗം വിളിക്ക്, ആശുപത്രി പോണം. അങ്ങോട്ട് കിടത്ത്, അങ്ങോട്ട് കിടന്നേ. അമ്മ കിടക്ക് പനിയുന്നത്. ഏട്ടാ വേഗം പോയി വിളിക്കേ. ഒന്നുമില്ല അമ്മ, നമുക്ക് ആശുപത്രി പോവാം. ആ എടി വേണ്ട 4-5 നരയുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ഡൈ ചെയ്ത് ശരി. പിന്നെ ഡൈ ചെയ്താ അളിയാ, അളിയാ, എന്താ ഒന്ന് വന്നേ. എന്താ നോക്കട്ടെ. അളിയാ, എടി, കാലും പൊള്ളി ഇരിക്കണം. നീ എവിടെ അവിടെ അടങ്ങിയിരിക്കും, ഞാൻ നോക്കിട്ട് വരാം. എന്താ അമ്മ ഇത്? ഇവിടെയാണോ വേദന? എന്തൊക്കെയാ കാണിച്ചത് അമ്മ? എന്താ പറ്റിയേ? എന്താ പറ്റിയ? ഞാൻ ആ കസേരയിലൊന്നിരുന്ന് എനിക്ക് തല ചുറ്റുന്ന പോലെ തോന്നി, സ്ഥലം മാറിപ്പോയി, ഞാനങ്ങ് മറിഞ്ഞു വീണു. അത്രേ ഉള്ളൂ, അതൊന്നുമില്ല, അത് കുഴപ്പമുണ്ടാവൂല. എവിടെ വേദന? കാലിനാണോ? കാലിന്റെ കുഴയോ? ഇവിടെയാണോ? അങ്ങനെ എവിടെ തിരികറി ഞരമ്പെങ്ങാനും കുടിക്കാൻ പിന്നെ കാല് മുറിക്കേണ്ടി വരും. അതെ, ഒരു കാര്യം ചെയ്യാം, ഹോസ്പിറ്റലിൽ കൊണ്ടോ. ഞാനേ അൻസാറിനെ വിളിക്കട്ടെ. ഫോൺ അവിടെ ഇരിക്കുക. ഒന്ന് കൊടയണോ? തൊടുമ്പോ വേദന എടുക്കാന്ന്. ഒന്നുമില്ല തങ്കം, അമ്മയെ ചെറുതായിട്ടൊന്ന് തെന്നി വീണേ. അയ്യോ ഒന്നുമില്ല, കുഴപ്പമില്ല. കാലിന് ചെറിയൊരു ഇല്ല, ഒന്നുമില്ലടി, കാലിന് ചെറിയ എന്തോ ഒരു ഇതുണ്ട്, ഒന്ന് കാണിക്കാം. അൻസാറേ, ആ എടാ, നീ വണ്ടിയായിട്ട് ഒന്ന് പെട്ടെന്ന് വീട് വരെ വാ. നല്ല വേദന ഉണ്ടെന്ന് തോന്നുന്നു പുള്ളിക്കാരത്തേക്ക്. വേദന നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതെന്തൊരു കഷ്ടപ്പാടാന്ന് എനിക്കറിഞ്ഞൂടാ. ഈ കഷ്ടകാലം വരുമ്പോ എല്ലാം കൂടി ഒരുമിച്ചാണല്ലോ വരുള്ളൂ. ഇതിപ്പോ ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. ഇതിലും വലുത് വല്ലതും വരാനിരുന്നെങ്കിലോ? അങ്ങനെ ആശ്വസിച്ചൂടെ? പ്രായമായ ആളല്ലേ. ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ എല്ല് പൊട്ടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കൂടും. 19 വയസ്സൊക്കെ കഴിഞ്ഞാൽ എല്ല് കൂടണമെങ്കിൽ ദിവസം എത്ര എടുക്കുന്ന വിചാരം? ഇതിപ്പോ എങ്ങനെ പോയാലും 2 മാസമെങ്കിലും പിടിക്കും. ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞ എത്ര 1.5 മാസമോ ഒക്കെ ഇടണമെന്നാ പറഞ്ഞു. 1.5 മാസം എന്ന് പറഞ്ഞാൽ 1.5 മാസം നല്ല കൃത്യമായിട്ട് റെസ്റ്റ് എടുക്കണം. അത് ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്താ ചേച്ചിയുടെ സ്വഭാവം അനുസരിച്ച് ഒതുങ്ങിയിരിക്കും തോന്നുന്നുണ്ടോ നീ? അത് ഒതുക്കിയിരുത്തണം. ഒതുക്കിയിരുത്തണം. ഞാനതല്ല ആലോചിക്കണം. ഈ ജമന്തി ഒറ്റയ്ക്ക് ഇപ്പം ഇതെങ്ങനെ ചെയ്യുക? ആ തങ്ക അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കാര്യം നോക്കി ഓടി വന്നേനെ. ഇപ്പം അവൾക്കും കഷ്ടകാലം പറഞ്ഞിരിക്കില്ലേ? ഇവിടെ ഒറ്റയ്ക്ക് ഇതൊക്കെ പോടെ കൂടിയിട്ട് എങ്ങനെ ഒന്നും ഒരു സ്വസ്ഥതയും കിട്ടണില്ലേ? അവളിപ്പോൾ നാളെ പോകണമെന്നാ പറയുന്നത്. എങ്ങടെ? അവളുടെ അച്ഛന് മറ്റേ ശ്വാസം മുട്ടലാന്ന് പറഞ്ഞിട്ട് വീണ്ടും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത്. എന്റെ പൊന്നി, ഇയാളിത് വലി തുടങ്ങിയിട്ട് കൊല്ലം കുറയല്ല. ഇതിന് തീരുമാനമൊന്നും ആയില്ലേ? ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇപ്പം അവൾക്ക് പോകണോ? അല്ലാതെ എങ്ങനെയാന്ന്? അപ്പം അവള് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുകയാണ്. അപ്പൊ പിന്നെ ചേച്ചിയുടെ കാര്യം നോക്കുമ്പോൾ ആരാ? ഒരു കാര്യം ചെയ്യാം, അമ്മാവൻ ഇവിടെ നിൽക്ക്. എടാ, ഞാൻ നിന്നിട്ട് എന്താ കാര്യം? ചോറും കറിയും വേണം വെക്കാം, അത് അവിടെ ഞാൻ ചെയ്യണതാണല്ലോ. പക്ഷെ ചേച്ചിയുടെ കാര്യം നോക്കാനാ? ചേച്ചീനൊന്നും അങ്ങോട്ട് തിരിച്ച് കിടത്തണമെങ്കിലോ മറിച്ച് കിടക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ ആണുങ്ങൾ പറ്റുമോ? പെണ്ണുങ്ങൾ തന്നെ വേണം. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് ഓഫീസിൽ പോകണ്ടേ. നീ നിന്നാലും ഇത്തരം കാര്യങ്ങൾ നടക്കൂലെന്ന്. അവർക്കൊന്ന് കുളിച്ച് മാറാനാ ടോയ്ലറ്റിൽ പോകണമെങ്കിലൊക്കെ പെണ്ണുങ്ങൾ തന്നെ വേണ്ടേ? നീ നിന്നിട്ട് എന്താ കാര്യം? എല്ലാ കാര്യവും നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു അണ്ണാച്ചി താമസിക്കില്ലടാ, അതിന്റെ ഭാര്യ ഉണ്ടല്ലോ, എന്താ അവളുടെ പേര്? സുഗന്ധി എന്താ? അവളെ വിളിച്ചു നിർത്താൻ 1 മാസം അല്ല. അപ്പൊ എന്താ ചെയ്യാ? ഫസ്റ്റ് അമ്മാവര് വേറെ പണിയില്ലേ, പിന്നെ അവരെ വഴക്ക് നമ്മൾ തീർക്കാൻ നിൽക്കേണ്ടി വരും. അവള് ഇവിടെ നിൽക്കണേന് എന്താ വഴക്കുണ്ടാവണെന്ന്? അതൊന്നും വേണ്ട, അതൊന്നും ശരിയാവില്ല. അങ്ങനെ നിർത്തണ കാര്യം ആലോചിക്കുകയാണെങ്കിൽ ഒരു ഹോം നേഴ്സിനെ നിർത്തിയാൽ പോരെ? എന്താ? അമ്മാവ് ഇപ്പൊ ഈ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങളെ നോക്കാനും സുഖമില്ലാത്തവരൊക്കെ നോക്കാനൊക്കെ ഹോം നേഴ്സിനെ ഇവിടെ ഉണ്ട്. അതിനിപ്പോ പുതിയ ഏജൻസികളുണ്ട്. നമ്മുടെ കണ്ണോത്ത് വേണു സാറില്ലേ, പുള്ളിക്ക് ഇപ്പൊ ഇതാ പരിപാടി. അയാളോട് പറഞ്ഞ ഏതെങ്കിലും ഒരു കൊള്ളാവുന്ന ഒരു ആളെ നമുക്ക് വിട്ടു തരും. അവരുടെ ഒരു ശമ്പളം കൊടുത്താൽ മതി നമ്മള്. പക്ഷെ അപ്പോഴും പ്രശ്നമുണ്ടേ, ഈ ചേച്ചിയുടെ കാര്യം മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ അടുക്കളുടെ പ്രശ്നം, അടുക്കള കാര്യമൊക്കെ നോക്കണ്ടേ? അമ്മാവ ചേച്ചിയുടെ കാര്യവും നോക്കും, കുടുംബത്തെ കാര്യങ്ങളും നോക്കും. അവരിവിടെ താമസിക്കും, വീട്ടിലൊന്നും പോകൂല. അതെ. ആ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്താലോ, നമുക്കൊന്ന് അന്വേഷിച്ചാലോ? അത് അന്വേഷിക്കാനൊന്നുമില്ല, വേണു സാറിനോട് വിളിച്ചു പറഞ്ഞ ആളെ വിടും. അവരുടെ പേയ്മെന്റ് എന്താന്ന് വെച്ചാൽ അമ്മ കൊടുത്താൽ മതി. കാശ് കുറവോ? ഒരു 10-15 രൂപ 1 മാസത്തേക്ക്. അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 മാസം വേണ്ട, ഒരു 15 ദിവസത്തിന് മതി. അപ്പോഴേക്ക് തങ്കം ശരിയാവും. 15 ദിവസമൊക്കെ നടക്കൂല, മിനിമം 1 മാസമെങ്കിലും നിർത്തണം. അവരുടെ ശമ്പളം കൊടുക്കണ്ടേ? ഇപ്പൊ ഇനി 15 ദിവസം മതിയെങ്കിലും നമ്മൾ 30 ദിവസത്തെ കാശ് കൊടുക്കണം. അതെ. അപ്പൊ പിന്നെ 1 മാസം നിർത്തണല്ലേ നല്ലത്. എന്നാ പിന്നെ നമുക്ക് അത് ഉറപ്പിക്കാമാവാ. അല്ല, അപ്പൊ അവരുടെ സ്വഭാവമൊക്കെ എങ്ങനെയാണെന്ന് അറിയണ്ടപ്പോ 1 മാസം നമ്മളൊക്കെ പഠിക്കു പോകുമ്പോ അമ്മ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ ഇവിടെ. അമ്മാവ് ഇത് അവരുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കി നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരെയാണ് പുള്ളി എടുക്കണത്. പണ്ടത്തെ പോലെ വൈറ്റ് അട്ടികളൊന്നും അല്ല.
നമുക്ക് പറ്റണ ഒരാളെ പറഞ്ഞ് അവരിവിടെ വിട്ടു തരും. അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം വേണു സാറിന് തന്നെയാണ്. എന്നാ പിന്നെ നീ അതിനൊന്നും ഏർപ്പാടാക്കണം ഞാൻ വിളിച്ചു പറയാന്നാ കേട്ടോ. അത് മതി അമ്മാവാ. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാല്ലാണ്ട് അപ്പൊ ആള് വേണ്ട ഇവിടെ.